ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നേരെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാലയ്ക്ക് പോവാണ്, തിരുവനന്തപുരം ചാല. അപ്പോൾ എൻഎസ് ജെ ഡി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാലയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരും എൻ്റെ കൂടെ കയറിപ്പോരെ. ഓക്കെ, നമ്മളിവിടെ മോളിലെത്തിയപ്പോൾ ഫയലിങ്ങിൻ്റെ കുറച്ച് പരിപാടികൾ നടക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ ഫയലിംഗ് നടക്കുന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നേരെ ചാലയ്ക്ക് പോകാം. ഞാനേ ഈ സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ റെയിൽവേയുടെ പാലം പൊളിച്ചു പണിയുന്ന കാര്യങ്ങളുമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും കുഴിയെടുത്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളാണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത്. ഇത് കുഴിയെടുത്തതിന് ശേഷം അതിനകത്ത് പൈലിംഗ് ചെയ്യുകയാണ്. ഇതെന്താണ് പരിപാടി എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്നാലും ഇതൊരു ഗംഭീര സംഭവം തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ചാലയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് ഇവിടെ നിർത്തി ഇനിയിപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. വലിയ തൂണും ഒക്കെ കൊണ്ടുവച്ചിട്ടേ ഗംഭീര പരിപാടികളാ. കണ്ടില്ലേ, അടിപൊളി. എന്തായാലും ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി അങ്ങോട്ട്. ഇത് മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാം. ഇതെന്തോ ഇവിടെ പരിപാടി നടക്കുന്നതെന്ന് അറിയണമല്ലോ. കുറേ ആളുകൾ നിന്നേ ഒരു കയറെ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് ആ ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ അത് സ്റ്റാർട്ടായില്ല. പിന്നെയും വേറെന്തൊക്കെയോ അതിനകത്ത് ഓയിൽ ഒഴിക്കുകയോ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തു. ആ മോട്ടർ സ്റ്റാർട്ടാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വർക്ക് നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളാണ്. ഒരു കയറിങ്ങനെ അതിലിങ്ങനെ ചുറ്റിയിട്ട് അതിങ്ങനെ ഒരു 3-4 പേര് ചേർന്ന് വലിച്ച് ഓടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ഈ പഴയ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തില്ലയോ, ഈ ഫ്രണ്ട് ഇഞ്ചൻ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അതിങ്ങനെ റീല് കറക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താണ് പരിപാടി എന്നറിയാൻ വയ്യ, നോക്കട്ടെ. ആ മോട്ടർ സ്റ്റാർട്ടായതിനു ശേഷം ഇനിയും ബാക്കിയുള്ള പരിപാടികളും കൂടെ നമുക്ക് കാണാം. ദാണ്ട പിന്നെയും കൊണ്ടുവന്ന് എന്തോ ഓയില് അതിൽ ഒഴിച്ചു. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ ആ ഓയിൽ ഒഴിച്ച കക്ഷി അങ്ങ് കയറിപ്പോയി. ഈ താഴെ നിൽക്കുന്ന ആളാന്ന് തോന്നുന്നു, ആശാൻ. വീണ്ടും കയറ് പിടിക്കുന്നു. എന്തൊക്കെയോ അതിനകത്ത് പുള്ളി ചെക്ക് ചെയ്യുന്നു. എല്ലാവരും കൂടെ ചേർന്ന് വലിക്കുന്നു. ഒന്ന് സ്റ്റാർട്ടായി വന്നു, വീണ്ടും താണ്ട വലിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ തൊട്ട് പുറകിൽ ഒരു കൊര കേട്ടത്. ഞാൻ നോക്കുമ്പോൾ ഒരു യമണ്ടൻ പട്ടി. എൻ്റെ അമ്മൂ, ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ. അതിനെയും പിടിച്ചോണ്ട് ഒരു കക്ഷി അങ്ങോട്ട് പോവാണ്. നമ്മളെ ഇതുവഴി ഇപ്പോൾ ബൈക്കും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുക. കാൽനട മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. കാരണം ഇതുവഴി ഇങ്ങനെ പോകുന്ന സമയത്തെ ചിലപ്പോൾ മണ്ണിടിയാനോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞിട്ട് വീണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ ആളുകളെ റെയിൽവേ ട്രാക്കിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. അങ്ങനെ അവർ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഉദ്യമം നടത്തുന്നു. വലിക്കുന്നു. സ്റ്റാർട്ടായില്ല. അയ്യോ, അല്ലല്ല, അത് സ്റ്റാർട്ടായി കേട്ടോ. അത് സ്റ്റാർട്ടായി മോട്ടോർ സ്റ്റാർട്ടായി. ഇനി എന്താ പരിപാടി എന്നുള്ളത് നോക്കാം. ആദ്യത്തെ പരിപാടിയായിരുന്നു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ. എന്തായാലും മോട്ടർ അങ്ങനെ സ്റ്റാർട്ടായി. അത് കഴിഞ്ഞിട്ട് ഇനി കണ്ടില്ലേ, എന്തൊക്കെയോ ഒരു 2 ട്യൂബ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തൊക്കെയോ കലാപരിപാടികൾ കാണിക്കുക അവർ. ഇതിൻ്റെ പ്രോസസ്സേ മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പൈലിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ? അന്യായ പുകയാ കേട്ടോ ഇതിനകത്തുനിന്ന് വരുന്നത്. അത് വെച്ചിട്ടിങ്ങനെ ആ സാധനം വെച്ചിട്ടിങ്ങനെ പുള്ളി ഇങ്ങനെ അനക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഒരു അയ്യോ അത് പൊങ്ങി വന്നു. അടിപൊളി. ഇവരെയൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞ കേട്ടോ. നല്ല വെയിറ്റാ ആ സാധനത്തിന്. അടുത്ത പരിപാടി ഇനി എന്താണോ എന്തോ. എന്തായാലും നമുക്ക് കണ്ടാൽ മടുക്കത്തില്ല കേട്ടോ, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും.
ചാലയ്ക്ക് പോകാൻ വന്ന ഞാനാ, എന്റെ ദൈവമേ. ഓ, അതാണ്ട് ആ സാധനം കൊണ്ട് ടപ്പെന്ന് പറഞ്ഞാണ്ട് മണ്ണിലോട്ട് ഇടിച്ച്. ഇതിങ്ങനെ വെച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് താക്കുകയായിരിക്കും. പക്ഷെ അതിനുള്ള മൊനയൊന്നും അതിനില്ല കേട്ടോ. അതങ്ങനെ പൊക്കി ും. ഉയ്യോ. പക്ഷെ അതെ, ഈ മണ്ണിൽ അങ്ങനെ ഇടിച്ചാൽ അത് താഴുവോ? എന്താണോ എന്തോ, നമുക്ക് ബാക്കിയുള്ളതോടെ കാണാം. അതും കഴിഞ്ഞ് താണ്ട വേറൊരു നീളത്തിലുള്ള എന്തോ ഒരു സാധനം തൂക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് കെട്ടി താഴെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരിക്കാം. നോക്കാം നമുക്ക്. അവിടെ കിടന്ന ട്യൂബ് ഇതാ ഇറക്കിയ ഈ സാധനത്തിൻ്റെ മുകളിലോട്ട് കയറ്റി ഫിറ്റ് ചെയ്തു. അതെന്തിനാണോ എന്തോ കമ്പിയൊക്കെ ഇട്ട് അത് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ നൂൽക്കമ്പി പോലത്തെ സാധനം ഇട്ടിട്ടേ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ദാണ്ടേ അത് വീണ്ടും വലിച്ചു പൊക്കുന്നു. ഇപ്പം ആ നീളത്തെ അങ്ങോട്ട് താഴോട്ട് ഇറക്കിയ സാധനം വലിച്ച് പൊക്കിയെടുത്ത് അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക. അതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാതിരിക്കുക. എന്താണോ എന്തോ, നോക്കാം നമുക്ക്. അതിൽ വെച്ചിട്ട് മുറുക്കുക കേട്ടോ, ചുറ്റി നിന്ന് മുറുക്കുക ഒരാൾ. അടിപൊളി. ആദ്യത്തെ ട്യൂബ് അതേ ചുറ്റിപ്പോയത് കൊണ്ട് തിരിച്ച് കറക്കുക. കണ്ടില്ലേ? തിരിച്ച് കറ അതേ കെട്ടിയിരിക്കുന്ന ആ വടം പോലത്തെ കയറ് വീണ്ടും എന്തൊക്കെയോ സംവിധാനം ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കയറിനെ വേറെന്തോ ഒരു ബോട്ടിട്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട്, റാ പോലിരിക്കുന്ന സംഭവം അതിനകത്ത് കയറ്റിയിട്ട് ഒരു ബോട്ടും ഇട്ട് നന്നായിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരെന്തോ മണ്ണെന്തോ താണ്ട് വെട്ടിക്കൂട്ടിയിട്ട് ചാക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുക. ചാക്ക് കെട്ടുകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി അടുക്കി ചുറ്റി ചുറ്റി അടുക്കിക്കൊണ്ടിരിക്കുക, ആ മണ്ണ് വെട്ടിയിടുന്നതിൻ്റെ സ്ഥലത്തോട്ട്. ഞാനേ സത്യമായിട്ട് നേരം ഇത് ആദ്യമായിട്ടാണ് ഈ പ്രോസസ്സ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ എക്സൈറ്റ്മെൻറ്റ്.
ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തെ JCB വെച്ച് മറ്റ് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ? അപ്പൊ അവിടെ ഒരു വെള്ളം കൊണ്ട് ഒരു ലോറി വന്നു, വാട്ടർ ടാങ്ക് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് ആ കുഴിക്കകത്തോട്ടിട്ടു, ആദ്യം കണ്ട കുഴിക്കകത്ത്. ഇതെന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവരിങ്ങനെ ചാക്ക് കെട്ടി ഇങ്ങനെ അടുക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിന്റെ അവസാനം എന്തായി തീരും എന്നുള്ളൊരു ഹാങ് സൈറ്റില്ല സത്യം പറഞ്ഞാൽ ഞാനും ഇരിക്കുന്നത് കേട്ടോ. ഇതെന്തൊക്കെ പരിപാടികളാണ് ഇവിടെ കാണിക്കുന്നത്. അയ്യോ കൊള്ളാം, അടിപൊളി ഗംഭീര പരിപാടികളാണ്. ഒരു രക്ഷിതാണ്ട് അപ്പുറത്തെ കുഴിയുടെ അവിടെ നിന്ന് ആ പിന്നെ തൂണ് പോലെ നാട്ടിയിട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ചെയിനെ പിടിച്ച് വലിയോടെ വലിയ. അതെന്തിനാണോ എന്തോ, ആ ചെയിൻ മുറുക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ താണ്ട ഓസുകൾ, ആ 2 ഓസുകൾ ഉണ്ടായിരുന്നു, അത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് നൂൽക്കമ്പിയൊക്കെ ഇട്ട് കെട്ടുന്നുണ്ട്. ഇപ്പുറത്തുള്ള കക്ഷി ആ മണ്ണൊക്കെ എടുക്കുന്നുണ്ട്. താണ്ടെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രെയിനുകൾ പോകുന്നുണ്ട്. ആ ട്രെയിനിനോട് പാരലായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് പാളം വരുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ആ പാളത്തിൻ്റെയൊക്കെ കണക്കൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ടാണ് ഈ പിന്നെ പാളത്തിന് കണക്കെടുത്തിട്ടാണ് പാലം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. 2 സൈഡിലും നൂൽക്കമ്പിയൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തു. മറ്റേ കക്ഷി എന്താണോ ചെയ്യുന്നത്, കുറേ നേരമായി ഒരു ചെയിൻ ഇട്ടിങ്ങനെ വലിച്ച് വലിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി കഷ്ടം, എന്തുമാത്രം ആളുകളുടെ അധ്വാനമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അവർക്കൊക്കെ ഓരോ തൊഴിലും ആകും. ഓ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ. അപ്പുറത്തെ കുഴി വെള്ളം നിറച്ചെന്ന് പറഞ്ഞാൽ ആ കുഴിയിലെ വെള്ളം നേരെ പിന്നെ ആ ഓസി കുടിതിന് മോളിൽ വന്നിട്ട് ഇതിങ്ങനെ പിന്നെ അടിപൊളി പൈല് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ആ മണ്ണിന് പിന്നെ ഉറപ്പ് കുറയുമല്ലോ. അപ്പം പെട്ടെന്ന് താണു പോകുമല്ലോ. അതിനു വേണ്ടിയുള്ള പരിപാടി. എന്നിട്ട് ആ വെള്ളം തിരിച്ച് ആ കുഴിയിൽ തന്നെ പോകും. സൂപ്പർ സെറ്റപ്പ്. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, വയലിങ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഏകദേശം 10:30 മണിക്ക് ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയാകാറായി. ഇതുവരെ പൈലിങ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് നേരെ ചാലയിൽ പോയിട്ട് വരാം. എന്തായാലും പൈലിങ്ങിൻ്റെ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ സമയം എടുക്കും. അത് എല്ലാം പൈലിംഗ് എല്ലാം ആയി വരുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിൽ അടുത്ത വരുന്ന വീഡിയോകളിലെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് കാണിച്ചോട്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാലയ്ക്ക് വിടാം. ഇനിയിപ്പോൾ ഞാൻ ഈ ചാലയ്ക്ക് പോകുന്നതിനുള്ള വഴി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇന്നാളിൽ പോയ വഴി അല്ലാതെ ഇപ്പോൾ റെയിൽവേ നമുക്ക് പുതുതായിട്ടൊരു വഴി റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ റെയിൽവേ ലൈൻ പോകുന്ന വഴി തന്നെ ജസ്റ്റ് റോളറിട്ട് ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പിന്നെ എന്താ വീതിയുള്ള വഴിയാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നേരെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇതുവഴിയായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇതിപ്പം നേരെ റെയിൽവേ ലൈൻ, അതായത് പുതിയ ലൈൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വഴി കൂടെ കണ്ട. അപ്പുറത്തെ ലൈനുണ്ട്, ഇപ്പുറത്തെ സെക്കൻഡ് ലൈനൂടെ വരും. അപ്പോൾ ഈ ലൈനിന് വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുന്ന വഴി അവർ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വീതിയുണ്ട്. പക്ഷേ നല്ല മണ്ണ് റോഡാണ് കേട്ടോ, നല്ല ചെളിയുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ടാറിട്ട റോഡായിരുന്നു, കണ്ടില്ലേ? ഇപ്പുറത്തിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ടാറിട്ട റോഡാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കൺജസ്റ്റഡാണ്. ഇത് വലിയ കുഴപ്പമില്ല, ഞാൻ പോയി നോക്കി. ഇത് കണ്ടില്ലേ, ഇത് മണ്ണിട്ട വഴിയാണ്. ഇതുവഴി കയറി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ പാലത്തെ ചെല്ലാം. എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റോഡിലെ പാലത്തേൽ നമുക്ക് ചെന്ന് കയറാം. ഈ പാലത്തേന്ന് അപ്പുറത്തെ പാലത്തേലോട്ട് അവർ റോളറൊക്കെ ഇട്ട് റെഡിയാക്കി തന്ന ഒരു വഴിയാണ്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.